അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഒരു വാക്യം വായിച്ച് സഹായിക്കണം. എല്ലാവർക്കും പരിചിതമായ 2-ാം സങ്കീർത്തനം 12-ാം വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കണം. സങ്കീർത്തനം 2. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, മധ്യാഹ്ന വേളയ്ക്കായി സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം, സന്നിധി ബോധം നൽകണം. പ്രിയ പുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണമേ, യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടി തിരുവെടുത്ത് വായിച്ചാട്ടെ. മൈക്ക് കൂടെ വായിക്കുന്നതായിരിക്കും നല്ലത്. മൈക്ക് ഓൺ ചെയ്ത്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം കരേനാ. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതു പോൽ ചെയ്തു തരുന്ന എല്ലാവിധ ആവശ്യങ്ങളും എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ഓ എല്ലാം മുട്ടും തീർത്ത നല്ല കർത്താവീന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം. എല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ മാറിപ്പോകുമേ. ഓ വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്. എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്. എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. തബലയുടെ ശബ്ദം കേട്ട ആളിനെ കാണുന്നില്ല. പിന്നെ ബഹുമാനപ്പെട്ട സജി പാസ്റ്റർ കുടുംബം, അമ്മച്ചി വന്നിട്ടില്ലേ? വന്നില്ലെങ്കിലും അമ്മച്ചിക്കും എല്ലാ കർത്തൃദാസന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ദൈവമക്കൾക്കും എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ മറ്റു മുഖവരകളൊന്നും പറയുന്നില്ല. നല്ല തിടുക്കത്തിലാണ് ഞാനും നിൽക്കുന്നത്. ഞങ്ങൾ തമ്മിലൊരു ധാരണയുണ്ട്. അതിനനുസരിച്ചാണ് ഇന്നത്തെ ശുശ്രൂഷ. ഈ സഭയെ, പ്രവർത്തനങ്ങളെ, ശുശ്രൂഷകളെ ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ. ഇവിടെ അകത്ത് സഹോദരന്മാർക്ക് അകത്തോട്ട് വരാം. അവിടെ വെളിയിലും എല്ലാം പോയിരിപ്പുണ്ട്. ഈ ചൂടും പിടിച്ച് വെളിയിൽ പോയിരിക്കുക. ഇവിടെ വന്നവർ തന്നെ ആയിരിക്കുമല്ലോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പസമയങ്ങൾ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഞാനും ചില ദിവസങ്ങളായിട്ട് ദൈവത്തിനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് 12-ാമത്തെ ദിവസമാണ്. എല്ലാ ദിവസവും യാത്രയും ശുശ്രൂഷകളും ഉണ്ട്, പ്രസംഗമൊക്കെ എല്ലാ ദിവസവും ഉണ്ട്. വലിയ ക്ഷീണമൊന്നുമില്ല. ദൈവത്തിൻ്റെ മഹത്വം കണ്ടാലും പറയുകയല്ല. ദൈവത്തിന് മഹത്വം. അല്പസമയങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. എനിക്ക് തിരുവല്ലയിലെ സഭായകം തീരുന്നതിന് മുന്നേ ചെല്ലണം. രാവിലെ സ്നാന ശുശ്രൂഷയുണ്ടായിരുന്നു. സഭായം നടത്തി തിരുമേശ നടത്തിയേച്ചാ വന്നത്. ഞങ്ങൾക്ക് വേറെ 2 ഗസ്റ്റ് ഉള്ളതുകൊണ്ട് കൊടുത്തേച്ച് ഓടിപ്പോകുന്നതാണ്. വൈകിട്ട് വെൺമണി കൺവെൻഷനുമുണ്ട്. അതിനിടയ്ക്കും 1-2 സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്. എങ്കിലും ഈ ആദരണീയ കർത്തൃദാസനുമായുള്ള നല്ല ബന്ധത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. അല്പസമയങ്ങൾ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാൻ, ചിന്തിക്കുവാനായി ഉറക്കുവാൻ ആഗ്രഹിക്കുന്നു. 2-ാം സങ്കീർത്തനം 12-ാം വാക്യമാണ്. ഒന്നുകൂടെ വായിക്കാം. മൈക്ക് കൂടെ വായിക്കുക.
ഓ, മിക്കവാറും ഞാൻ കോപിക്കും. അവൻ കോപിച്ചിട്ട് ആ. നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. മതി. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിപ്പി. 2-ാം സങ്കീർത്തനം 12-ാം വാക്യമാണ്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും പലർക്കും അറിയാം, ഇപ്പൊ ഈ പുതിയ ഉപദേശക്കാരൊക്കെ വന്നിട്ടുണ്ട്, സങ്കീർത്തനം വായിക്കരുതെന്നാ പറയാൻ. അത് മേടിച്ചപ്പോൾ ചില ഉപദേശിമാർ ഇത് വായിക്കുന്നേ ഇല്ല. ചില പിന്നെ വായിക്കാതിരിക്കുന്ന നല്ലത്, മുഴുവൻ തെറ്റിക്കുക, മുഴുവൻ അങ്ങ് തെറ്റിക്കുക. എന്നാൽ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നിങ്ങൾ ഈ വേദപുസ്തകം 66 പുസ്തകം പഠിച്ചാൽ സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ വേദപുസ്തകത്തിൽ ധാരാളം വാക്യങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടതായിട്ടുണ്ട്. പഴയ നിയമ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചാൽ മിക്ക ഭാഗത്തും സങ്കീർത്തനം കോട്ട് ചെയ്ത് പുതിയ നിയമത്തിലേക്കും ധാരാളം കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 126ഓളം വാക്യം സങ്കീർത്തനത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. 126 കൂടുതൽ വാക്യം. അതില് പുതിയ നിയമത്തിലെ മിക്ക പുസ്തകത്തിലും സങ്കീർത്തനത്തിലെ വാക്യം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, യേശുക്രിസ്തു സങ്കീർത്തനത്തിൽ നിന്ന് ധാരാളം കാര്യം പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരോട് യേശു ചേർന്ന് നടന്നപ്പോൾ സങ്കീർത്തനത്തിൽ തന്നെ പറ്റി എഴുതിയെന്ന ഒന്ന് വായിച്ചോ. 24:44 പെട്ടെന്ന്. ലൂക്കോസ് 24:44. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റി എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ഒരു കാര്യം പറയാം, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചത്. അവിടുന്ന് ആ തിരുമരണം കൈവരിക്കുമ്പോൾ മരിക്കുമ്പം സങ്കീർത്തനം പറഞ്ഞാണ് മരിച്ചത്. ഏലോകി ഏലോകി എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, അത് 22-ാം സങ്കീർത്തനമാണല്ലോ. ഇത് കൂടുതൽ എന്തോ പറയാൻ? നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിക്കുവാൻ ഈ ലോകത്ത് വന്ന് തിരുമരണം കൈവരിച്ച് മരിക്കാൻ നേരത്ത് പറഞ്ഞ വാക്യം സങ്കീർത്തനമാണ്. അതാരവാ കുറേ പൊട്ടങ്കണാപ്പന്മാരെല്ലാം കൂടെ വന്ന് പറയുക, ഇത് വായിക്കരുത്, ചിന്തിക്കരുത്, ഇവനെല്ലാം ഭൂതമാണ്. അത് തെളിവുകൾ ഒത്തിരിയുണ്ട്. ഇപ്പം അതിന് മുതിരുന്നില്ല. സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമാണ്. ഇപ്പോൾ വായിച്ച സങ്കീർത്തനം തന്നെ, കുറുവാക്യം തന്നെ യേശുക്രിസ്തുവിനെ പറ്റിയ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. ഇന്ന് പകൽ വേളയിൽ പ്രിയരെ, നശിച്ചു പോകാതിരിക്കാൻ ചെയ്യേണ്ടത് പുത്രനെ ചുംബിക്കണം. അതെ, അവ നിങ്ങൾ ശ്രദ്ധിച്ചോ, വഴിയിൽ വെച്ച് നശിക്കരുത്. ഈ ക്രിസ്തീയ ജീവിതം ഒരു വഴിയാത്രയോട് തുലനപ്പെടുത്താം. നമ്മളെല്ലാം യാത്രക്കാരാ. ഈ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണത്തിൽ ഒരു വരിയുണ്ട്, പാന്തർ പെരുവഴി അമ്പലം തന്നിലേതാന്തരായി കൂടി വരും യോഗം പോലെ. പാന്തർ യാത്രക്കാർ. പാന്തർ പെരുവഴി അമ്പലം തന്നിലേതാന്തരായി കൂടി വരും യോഗം പോലെ നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചാഞ്ചലമാലയ സംഗമം. അപ്പോൾ വരിയിൽ ഞാനും നിങ്ങളുമെല്ലാം യാത്രക്കാരാ. എന്തിന്? ആത്മീക ലോകത്ത് ഈടുറ്റ ഗാനങ്ങൾ എഴുതിയ ധാരാളം വ്യക്തികളുണ്ട്. അതിൽ വളരെ ശ്രേഷ്ഠയായ ഒരു കർത്തൃദാസിയാണ് അന്നമ്മ മാമൻ.
ആ മാന്യ ദൈവദാസി എഴുതിയ പാട്ട് നമുക്കെല്ലാം മനപ്പാടം. ആ പാട്ടിൻ്റെ വരി നിങ്ങൾക്കറിയാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. അപ്പം യാത്രക്കാരാ. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പാട്ടുകാരിൽ അഗ്രഗണ്യനായിരുന്നു എം.എ. ചെറിയാച്ചൻ. അദ്ദേഹത്തിന് ഓമന പേര് കൊടുത്തിരിക്കുന്നത് മധുരയുടെ മധുരഗായകൻ എന്ന. അപ്പോൾ എം.എ. ചെറിയാച്ചായൻ്റെ ഒരു പാട്ടിൻ്റെ വരി അത് നമുക്ക് മനപ്പാടമാ. മോക്ഷയാത്രയാണിത്. അപ്പോൾ യാത്രക്കാരാ. ചാൾസ് ജോൺ ആണോ എന്നറിയത്തില്ല, അതോ പീറ്റർ ചാനാന്ന് ചിറ്റൂര് അദ്ദേഹം കടന്നുപോയി. അദ്ദേഹമാണോ എഴുതിയെന്ന് അറിയത്തില്ല. ആര് എഴുതിയതാ ആ പാട്ടിൻ്റെ വരി എല്ലാവർക്കും മനപ്പാടമാ. ജീവിതയാത്രക്കാരാ കാലടികൾ എങ്ങോട്ട്. അപ്പോൾ ഇതെല്ലാം ഓർപ്പിക്കും നമ്മൾ യാത്രക്കാരാ, വഴിയാത്രക്കാരാ. അങ്ങനെയെങ്കിൽ തിരുവചനം പഠിപ്പിക്കുന്നത് ഞാനും നിങ്ങളുമെല്ലാം വഴിയാത്രക്കാരാ. നമ്മുടെ പിതാക്കന്മാരാകുന്ന ഇസ്രായേൽ മക്കൾ ഏതാണ്ട് 40 വർഷം യാത്ര ചെയ്തതിന് ശേഷമാണ് എണ്ണപ്പെട്ട ചിലര് കനാനിലേക്ക് വന്നത്. യാത്രക്കാരാ. അങ്ങനെയെങ്കിൽ പുതിയ നിയമം ഇസ്രായേലാകുന്ന നാമം സ്വർഗീയ കനാൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മുടെ യാത്രയിൽ അവൻ നശിപ്പിച്ച് കളയുവാൻ ഈ വഴിയിൽ ദുഷ്ടശക്തികളുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, വഴിയിൽ വെച്ച് നശിച്ചു പോകരുത്. നമുക്ക് 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. വഴിയിൽ നമ്മെ നശിപ്പിക്കുന്ന ചില ശക്തികൾ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള തിരുവെടുത്തുകൾ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. വഴിയിലുണ്ടാകുന്ന ശക്തികൾ അല്ലെ വഴിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആവർത്തനം 25:17. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച്. നന്നായിട്ട് വായിക്കുക, തെറ്റുന്നില്ലെങ്കിലും. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ അങ്ങനെ വായിക്കണം. വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്. അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്നു. നിർത്തിക്കുക ദൈവരാശി. അപ്പൊ ശ്രദ്ധിക്കുക, ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള പ്രയാണ വേളയിൽ ഇവരെ തകർത്ത് കളയുവാൻ വന്ന ഒരു ശക്തിയാണ് അമാലേക്ക്. അവിടെ വായിക്കുന്നത്, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്. നമുക്കറിയാം, ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള യാത്രയിൽ ഇവരെ തകർക്കുവാൻ വഴിയിൽ വന്ന പ്രഥമ ശക്തിയാണ് അമാലേക്ക്. ഇവിടെ വചനത്തിലൊക്കെ നല്ല തിട്ടമുള്ള ദൈവദാസന്മാർ, അതുകൊണ്ട് അധികം വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, വഴിയിൽ വന്ന ഒന്നാമത്തെ ശക്തിയാണ് അമാലേക്ക്. അതെ, ആരാണ് ഈ അമാലേക്ക്? വായിക്കാം. ഉൽപ്പത്തി 36:12. ഇനി ചടികടാന്ന് സ്പീഡിൽ വായിച്ചു തരണം ഇന്ന് തിടുക്കത്തോടാ. ആരാണ് അമാലേക്ക്? ഉൽപ്പത്തി 36:12. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനാകുന്ന എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചെന്നാ വായിക്കേ. ഏശാവിന്റെ മകനായ അമ്മേ തിമ്ന മായും കൂടെ ഒന്നിച്ച് കിടന്നുകൊണ്ടാണ് തപ്പൽ വരുന്നത്. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. അപ്പൊ ആരാണ് ഈ അമാലേക്ക്? ഏശാവിന്റെ കൊച്ചുമകനാ. ഏശാവിന്റെ മകനാകുന്ന എലീഫസിന് തന്റെ വെപ്പാട്ടിയാകുന്ന തിമ്നയിൽ നിന്ന് ജനിച്ച സന്തതിയാണ് അമാലേക്ക്. അപ്പോൾ മിസ്രയീം പുറപ്പെട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ വഴിയിൽ വെച്ച് വന്ന ഒന്നാമത്തെ ശക്തിയാണ് അമാലേക്ക്. ഇസ്രായേൽ ആരാ? ഒറ്റ വാക്ക് പറയാം, എല്ലാം രക്ഷിക്കപ്പെട്ടവരാ. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ എല്ലാം സ്നാനപ്പെട്ടവരാ. ചെങ്കടൽ കടന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും സ്നാനപ്പെടണം. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറിയപ്പോൾ പോരാട്ടം തീരുകല്ല, പോരാട്ടം തുടങ്ങുക. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീരുകല്ല, പ്രശ്നം തുടങ്ങുക. ഇല്ലേ? സ്നാനപ്പെടുന്നത് വരെ വലിയ വിഷയമില്ല. കാരണം സ്നാനപ്പെട്ട് ഇവർ കയറിയത് വേറൊരു സ്ഥലത്തോട്ടാണ്. അവിടുത്തെ യാത്രയും രീതിയും എല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പോരാട്ടം തീരുകല്ല, പോരാട്ടം തുടങ്ങുക. നമ്മൾ ചില ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, അമ്മാമി അങ്ങ് മുങ്ങിയാൽ മതി എല്ലാ പ്രശ്നവും. പിന്നെ 30 കൊല്ലമായിട്ട് മുങ്ങിയ നിന്റെ പ്രശ്നം തീർന്നിട്ടില്ലല്ലോ. തീർന്നു. ചിലരിപ്പോൾ ഇരുന്ന് മോങ്ങപ്പ ഒരു വീട്ടിൽ തന്നെ
അപ്പൊ ഇതുവരെയും തീർന്നിട്ടില്ല. കുറ്റമല്ലീ പറഞ്ഞേ. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞ പ്രശ്നമെല്ലാം തീരുകയല്ല, പ്രശ്നം തുടങ്ങുക. പക്ഷേ ഭയപ്പെടരുത്, ആ പ്രശ്നങ്ങളുടെ നടുവിലും അത്ഭുതകരമായിട്ട് ദൈവം നിന്നെ നടത്തും. അതാ ദൈവത്തിന്റെ കൃപ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറിയപ്പോൾ ഇവർക്ക് വിരോധമായി വന്ന പ്രഥമ പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം. ഓടിച്ചു പോകാം. ആരാണ് അമാലേക്ക്? വായിച്ചല്ലോ ഉൽപ്പത്തി പുസ്തകം 36:12. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനാകുന്ന എലീഫസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫസിന് അമാലേക്കിനെ പ്രസവിച്ചു. അപ്പൊ ആരാണ് ഈ അമാലേക്ക്? ഏശാവിന്റെ കൊച്ചുമകൻ. യേശാവിന്റെ മകനാകുന്ന എലീഫസിന് തന്റെ വെപ്പാട്ടിയാകുന്ന തിമ്നയിൽ നിന്ന് ജനിച്ചതായി അമാലേക്ക്. അപ്പോൾ അമാലേക്കിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് വാഗ്ദത്തപ്രകാരം ജനിച്ചതല്ല, ജഡപ്രകാരം ജനിച്ചതാണ്. അപ്പോൾ അമാലേക്ക് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമല്ല, ജഡമാണ്. അങ്ങനെയെങ്കിൽ അമാലേക്കിന്റെ പോരാട്ടം എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ പോരാട്ടമാണ്. ജഡത്തിന്റെ പോരാട്ടം. ഈ ഒരു മനുഷ്യന് ജഡത്തിന്റെ പോരാട്ടമായി ഏറ്റവും പ്രശ്നം ആട്ടെ. ഇനി എന്ന് വരെ ഈ പോരാട്ടം ഉണ്ട്? പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അറിവുള്ള വാക്യമാ വായിച്ചോ. പുറപ്പാട് 17-16. യഹോവയുടെ സിംഹാസനത്താണ്. യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായിട്ട് യുദ്ധമുണ്ടെന്ന് അവായിര്. യഹോവയുടെ സിംഹാസനത്താണ്, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. വഴിയിൽ നശിപ്പിക്കുന്ന ശക്തികളുണ്ട്. ഒന്നാമത്തെ ശക്തിയാണ് അമാലേക്ക്. ഈ അമാലേക്ക് എന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എൻ്റെ പ്രിയരെ, നമുക്കുള്ള ഏറ്റവും വലിയ പോരാട്ടം ജഡത്തിന്റെ പോരാട്ടമാണ്. പക്ഷെ നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നത് വണ്ടിയോട് പോരാട്ടം, വസ്തുവിന്മേൽ പോരാട്ടം, തലമുറയോട് പോരാട്ടം, ഇതൊക്കെയാ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ പോരാട്ടം എന്ന് ഉദ്ദേശിക്കുന്നതൊന്നും പോരാട്ടമല്ല. അതൊക്കെ നമ്മുടെ അറിവുകേട് കൊണ്ടും പരിജ്ഞാനക്കേട് കൊണ്ടൊക്കെ വരുന്നത്. അത് പോരാട്ടമല്ല. ഉദാഹരണം, ചില പറയാം വണ്ടിയോട് പോരാട്ടം. വണ്ടിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോരാട്ടമല്ല. നമ്മൾ ഈ പറയുന്ന പോരാട്ടമൊക്കെ ചില കാര്യം ക്രമീകരിച്ചാൽ മതി, മാറും. ഒന്ന്, വണ്ടി ഓടിക്കാൻ പഠിക്കണം. അപ്പൊ കുറെ പോരാട്ടം മാറും. ഇപ്പൊ കുറെ പെണ്ണുങ്ങളുണ്ട് വണ്ടി എടുത്തു കൊടുത്തിരിക്കുക, ചുമ്മാ രണ്ട് കാലം. നിങ്ങൾ കണ്ടിട്ടില്ലേ? റോഡിന് നടുക്ക് വന്നേച്ചാ പിന്നെ നോക്കുന്നു, മനുഷ്യൻ പാഞ്ഞു വരുക. ഒത്തിരി എണ്ണം ഉണ്ട്. ഇടവും വലവും നോക്കല് അങ്ങ് കയറുക. അത് പോരാട്ടമാണോ? പോരാട്ടമൊന്നുമല്ല, നല്ല വരിച്ചൂടിൽ മേടിച്ചു. അത് പോരാട്ടമല്ല. അവിടെ പറയാ വണ്ടിക്ക് പോരാട്ടമാണ്. അതെന്നാ പാസ്റ്ററെ? എന്നാ അമ്മാമ? എന്നും മുട്ടുക. അയ്യോ, ഇത് ഓടിക്കാൻ അറിയാൻ മേല. കമ്പനി ഇറക്കി വിട്ടേക്കുന്ന എന്നും മുട്ടാനാണോ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോരാട്ടം മാറും. ഒന്ന്, വണ്ടി ഓടിക്കാൻ പഠിക്കണം. രണ്ട്, നിയമം പാലിക്കണം. മൂന്ന്, വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ അതുകൊണ്ട് പണയം വെച്ച് ഇതുമായിട്ട് പമ്മി പോകരുത്. നാല്, CC അടയ്ക്കുന്ന വണ്ടിയാണ് കൃത്യം അടയ്ക്കണം. ഇല്ലേ, അവർ പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് പറയുക ഭയങ്കര പോരാട്ടമാണ്. അത് അടയ്ക്കണ്ടേ? അയ്യോ, അടയ്ക്കാനില്ലെങ്കിൽ ആദ്യം ചിന്തിക്കണം, ഇത് അടയ്ക്കാൻ മാർഗമുണ്ടോ എന്ന്. അത് വിശ്വാസത്താൽ എടുത്താണ് ദൈവം ചെയ്തോളും. പിന്നെ ഇടവഴി കയറി പമ്മി നിൽക്കുന്ന പോലീസിനെ കാണുമ്പം വിശ്വാസത്താൽ എടുത്ത് തന്നെ അവിടെ പോലീസുണ്ടോ? പോയോ? വിശ്വാസത്താൽ എടുത്ത് തന്നെ വണ്ടിയായിട്ട് അങ്ങോട്ട് ചെല്ലണം. അഞ്ച്, പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും അത് ഒഴിക്കണം. ഇത് പെട്രോൾ അടിക്കുകയല്ലോ ഡീസൽ എന്ന് കൈ വെച്ച് പ്രാർത്ഥിക്കത്താവ് സ്റ്റാർട്ട് ആകട്ടെ. എങ്ങനെ? ഇത് കമ്പനി ഇറക്കിയേക്കുന്ന അതിനകത്ത് ടാഗ് വെച്ചിട്ടുണ്ട്, അത് ഇത് അടിക്കാനുള്ളതാണ്. അപ്പൊ ഇതൊന്നും പോരാട്ടമല്ല. ഇതൊക്കെ നമ്മുടെ അപാകത കൊണ്ട് വരുന്നതാ. പോരാട്ടമില്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഇതല്ല പോരാട്ടം. ചെല്ലു പറയുക പിള്ളേരോട് പോരാട്ടം. എന്തുവാ പോരാട്ടം? സ്തോത്രം ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല, പറഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. ചെല്ലു പറയുക വസ്തുവിന്മേൽ പോരാട്ടം. അതിനാ
വസ്തുവിൽ ഒരു പോരാട്ടമില്ല. കാരണം ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും നിവാസികളും. പിന്നെ വസ്തുവിൻ്റെ പോരാട്ടം മാറുന്ന വിധം പറയും. 1, കള്ള ആധാരം ഉണ്ടാക്കരുത്. 2, ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിയോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൃത്യം കൊടുത്തിരിക്കണം. മനസ്സിലായോ? ചേട്ടന് കൊടുക്കാനുള്ളത്, അനിയന് കൊടുക്കാനുള്ളത്, ചേട്ടത്തിക്കോ അനിയത്തിക്കോ പെങ്ങൾക്കോ ഒക്കെ അത് കൃത്യം കൊടുത്തിരിക്കണം. വിളച്ചിലെടുക്കരുത്. അപ്പനും അമ്മയും ചാങ്ങാറാകുമ്പോൾ പമ്മി ചെന്ന് അടുത്തിരുന്നേച്ച് കള്ളയൊപ്പ് മേടിക്കുക, പിന്നെ ആ വഴിക്ക് പോവുകയില്ല. അങ്ങനെ ഒത്തിരി എണ്ണമുണ്ട്. നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. മനസ്സിലായോ? പിന്നെ പോക്കുവരത്ത് ചെയ്യണം. കരമടച്ച രസീതും വേണം. കാശുണ്ടെങ്കിൽ ആ 4 അതിരിനും വലിയ കല്ല് കിട്ടും, അതിര് കല്ലിട്ടേക്കണം. ഇച്ചിരൂടെ കാശുണ്ടെങ്കിൽ കമ്പിവേലി കെട്ടിയേക്കണം. അല്പവും കൂടെ സാവകാശമുണ്ട് മതിൽ കെട്ടിക്കൂ. അന്നേരം ഒരുമാതിരിപ്പെട്ട പോരാട്ടമെല്ലാം മാറും. ഇത് ആധാരവും ഇല്ല, ആധാരം പൂവണയമാക്കി കൊണ്ടുവച്ചിരിക്കുക. ചില പടത്തിൽ എന്നാ വസ്തു, വല്യപ്പൻ്റെ പേരില്ല ആധാരം, അയാൾ ചത്തും പോയി, എടുക്കാനും പറ്റുന്നില്ല. അതൊന്നും പോരാട്ടമല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഈ കാര്യമെല്ലാം ക്രമീകരിക്കണം. മനസ്സിലായോ? അപ്പൊ ഇത് പോരാട്ടമല്ല. നമ്മുടെ പിടിപ്പുകേട് കൊണ്ടും അറിവുകേട് കൊണ്ടും പരിജ്ഞാനക്കേട് കൊണ്ടും കൂർമ്മബുദ്ധി ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചതാ. പക്ഷെ പോരാട്ടമില്ലെന്നല്ല പറഞ്ഞ, പോരാട്ടമുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. അതുകൊണ്ട് ഒരു കാര്യം പറയാ, 1ാമത്തെ പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം. ഇതെന്തിനെ കാണിക്കുന്നു? ജഡത്തെ എന്നുവരെയുണ്ട്, മരണം വരെ. ഈ ജഡത്തിന്റെ പോരാട്ടം നമ്മുടെ മരണം വരെ ഉണ്ട്. കാരണം പറയാ, ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. നമ്മുടെ ഈ ശരീരത്തിന് ഒരു വീണ്ടെടുപ്പുണ്ട്, അത് നടന്നിട്ടില്ല. അതെപ്പോഴാണ് നടക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ കർത്താവിന്റെ വീണ്ടും വരവിൽ. യേശു ക്രിസ്തു വീണ്ടും വരും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകും. അന്ന് നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമായി നടക്കും. വീണ്ടെടുപ്പിനാളടുത്തിതാ മാറ്റൊല്ലി ഞാൻ കേട്ടിടും. ആമേൻ. വീണ്ടെടുപ്പിനാളടു ലോകമെങ്ങും പോകാൻ സാക്ഷികളായി കാലമെല്ലാം തീരാറായല്ലോ. ലോകമെങ്ങും പോകാൻ സാക്ഷികളായി തീരാ കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. എന്റെ പ്രിയരെ, ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ വീണ്ടെടുപ്പെടുത്തിരിക്കുക. അപ്പൊ എന്ന് വരെ ഈ ജഡത്തിന്റെ പോരാട്ടം, അമാലേക്കിന്റെ പോരാട്ടമുണ്ടെന്ന് ചോദിച്ചാൽ മരണം വരെ. അപ്പൊ ശരിയായ പോരാട്ടം ജഡത്തിന്റെ പോരാട്ടമാണ്, ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഈ അമാലേക്ക് ജഡത്തെ കാണിക്കുന്നതാ. അതുകൊണ്ടാണ് ഈ ആത്മീകനും ജഡീകനും ഒന്നിച്ച് വാർത്ത പ്രശ്നമാണ്. അതെ, അത് വീടാന്തേലും സഭയാന്തേലും ജഡീകനും ആത്മീകനും ഒന്നിച്ച് നിന്ന വലിയ പ്രശ്നമാണ്. ആവർത്തന പുസ്തകത്തിൽ വാക്യമുണ്ട്, കാളയെയും കഴുതിയെയും ഒന്നിച്ച് പൂട്ടി ഊടരുത്. ഒരു നുഖത്തിന്റെ ഒരു വശത്തെ കാള, ഒരു വശത്തെ കഴുത, ഇതിനെ ഒന്നിച്ച് പൂട്ടി വിടുക ശരിയാകുകയല്ല. കാരണം രണ്ടും 2 ടൈപ്പാണ്. കാള യാഗമൃഗവും കഴുത ശാപമൃഗമാണ്. അപ്പൊ യാഗമൃഗത്തെ ശാപമൃഗത്തെ ഒന്നിച്ചു കൊണ്ടുപോയ പ്രശ്നമാണ്. അതെ, ആത്മീകനും ജഡീകനും കൂടെ വീട്ടിലാന്തേലും സഭയിലാന്തേലും വലിയ പ്രശ്നം ഉണ്ടാക്കും, പൊല്ലാപ്പുണ്ടാക്കും. ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ 1ാമത്തെ പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം. ഇത് ജഡത്തെ കാണിക്കുന്നു, എന്നുവരെയുണ്ട്, മരണം വരെ. ഇനി എവിടെ വെച്ചാണ് ഈ പോരാട്ടം തുടങ്ങിയത്? വായിക്കാം. പുറപ്പാട് 17:8. പുറപ്പാട് 17:8. രബീദീമിൽ വെച്ച് അമലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. രബീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട്. അപ്പൊ ശ്രദ്ധിച്ചേ, എവിടെ വെച്ചാണ് അമാലേക്ക് വന്നത്? രബീദീമിൽ വെച്ച്.
ഞാൻ വിശദീകരിക്കുന്നില്ല, തൊട്ട് പോവുക. രബീദീമിൽ വെച്ചാണ് അമാലിലേക്ക് വന്നത്. ഇനി എതിലേക്കൂടാണ് അമാലിലേക്ക് വന്നത്? ആവർത്തനം 25:17. എതിലേക്കൂടാണ് അമാലിലേക്ക് വന്നത്? നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കും. അടുത്തത്, നിന്റെ പിൻപിൽ പിന്നണിയിലുള്ള ബലഹീനതയൊക്കെയും സംഹരിച്ച കാര്യം നിർത്തിക്കേ ദൈവരാശി. ശ്രദ്ധിച്ചേ. വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. വഴിയിൽ നമ്മെ നശിപ്പിക്കുന്ന ശക്തികളുണ്ട്. അതിലൊന്നാമത്തെ ശക്തിയാണ് അമാലേക്ക്. ഇതെന്തിനെ കാണിക്കുന്നു? ജഡത്തെ കാണിക്കുന്നു. എന്തുവരെയുണ്ട്? മരണം വരെ. എവിടെ വെച്ച് വന്നു? രബീദീമിൽ വെച്ച്. എതിലേക്കൂടെ വന്നു? അതാ വായിച്ചത്, നിന്റെ പിന്നണിയിലുള്ള. അപ്പൊ ഇത് വന്നത് ഏറ്റവും പിറകിൽ കൂടെ. അമാലേക്ക് വന്നത് പിറകിൽ കൂടെ. അതിന്റെ ഈ പിറകിൽ കൂടെ വരാൻ കാര്യം വായിച്ച ദൈവദാസിയോട്, അമ്മാമേ അവൻ ദൈവത്തെ ഭയപ്പെടാതെ അല്ലെന്ന് പുറകിൽ കൂടെ വരാൻ കാര്യം എന്നാന്ന്? നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കും. അതാ. അപ്പൊ ഈ പിറകിൽ കൂടെ വരാൻ കാര്യം, ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്ന കുറെ എണ്ണം എവിടെ ഇരിപ്പുണ്ട്? മുന്നിൽ എത്ര എവിടെയുണ്ടെങ്കിലും കയറിയിരിക്കാത്ത നിങ്ങളുണ്ട്. ആണ്ട് ഇടയ്ക്ക് എത്ര കസാര കിടക്കുന്നത്, ഇവിടെ എത്ര എണ്ണം കിടക്കുന്നത്, എന്നാലും ഇവൻ വന്ന് പുറകി പമ്മിയിരിക്കുക. അങ്ങനെയുള്ള കുറേ എണ്ണമുണ്ട് എല്ലായിടത്തും. ഇവിടെ മാത്രം എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഈ താമസിച്ച് വന്നവര്, പ്രായമുള്ളവര്, ശങ്കാവിഷയമുള്ളവരൊക്കെ ഉണ്ട്. അവർക്ക് വെളിയിലോട്ടൊന്ന് അതവരുടെ കാര്യമല്ല പറഞ്ഞ്. ഒരു കുഴപ്പവുമില്ലാത്തവൻ നേരത്തെ വന്നാലും മുന്നോട്ട് കയറിയിരിക്കുകയല്ല. അന്നേരം ഓർത്തോണം ഇവൻ വലിയ ഒന്നും പറയുന്നില്ല. ഇപ്പം പുറകിരിക്കുന്ന പറയാ, താനിഞ്ഞ് ഇറങ്ങി വാ, ഇതിലെ ഒരു വഴിയുണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, പിറകിൽ കുറെ ആൾക്കാരിപ്പുണ്ട്. എങ്ങനെയുള്ളവരാ? ക്ഷീണിച്ചും തളർന്നും പോയവര്. ശ്രദ്ധിക്കണേ. ഓടിച്ചു നിർത്താം. ഒന്നാമത്തെ പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം. ഇതെന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എന്നുവരെയുണ്ട്? മരണം വരെ. എവിടെ വെച്ച് വന്നു? രബീദീമിൽ വെച്ച്. എതിലേക്കൂടെ വന്നു? പിറകിൽ കൂടെ വന്നു. അപ്പൊ ഈ പിറകിൽ കൂടെ വരാൻ കാര്യമല്ല ആൻസർ. ക്ഷീണിച്ചും തളർന്നും പോയ ആൾക്കാർ എവിടെ ഇരിപ്പുണ്ട്? ഇവിടെ ഇപ്പം വന്നിട്ട് പുറകെ മാത്രമല്ല, മുന്നിലുമൊക്കെ ക്ഷീണിച്ചിരിക്കുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ ക്ഷീണിച്ചും തളർന്നും പോയവര് പിറകിലിരിപ്പുണ്ട്. ആ പുറകെ മാത്രമല്ല, ഇവിടെയും ചിലരെ എനിക്ക് തോന്നുന്നു ഇരിപ്പ് കണ്ടിട്ട്. അപ്പൊ ഈ ക്ഷീണിച്ച് തളർന്നു പോയ ആൾക്കാർ പിറകിലിരിക്കുക. അടുത്തത്, ഈ ക്ഷീണിക്കാനും തളരാനും കാരണമെന്നാ? ഭക്ഷണമില്ലാഞ്ഞിട്ടാണോ? അല്ല, നല്ല ഒന്നാം തരം ഭക്ഷണമാ ദൈവം തമ്പുരാൻ കൊടുത്തത്. എന്തുവാ കൊടുത്തത്? മന്ന. വായിച്ചേ അമ്മേ, പുറപ്പാട് 16:31. പെട്ടെന്ന് വായിച്ചോണം, ചടികടാന്ന് വായിച്ചോണം. ഇസ്രായേല്യർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതും ആയിരുന്നു. ഇതാണ് ഇവർക്ക് ദൈവം കൊടുത്തത്. അപ്പൊ ഇത് കഴിച്ചാൽ എങ്ങനെ ക്ഷീണിക്കുന്നേ? ഇത് കഴിച്ചാൽ എങ്ങനെ ക്ഷീണിക്കും? നല്ല തേൻ കൂട്ടിയ സ്വർഗേ ആപ്പം, സ്വർഗേ ആപ്പം എനിക്കും അതിന് വേണ്ട.
സ്വർഗേ അപ്പം സ്വർഗേ അപ്പം എനിക്കും തരണമേ നിത്യ പാറ തുറന്നിട്ട് ജീവ നീ കൂടിക്കും അഗ്നി മേഘ തൂണു കൊണ്ടു എടുത്ത് പാടാൻ ഞാനോടത്ത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ ഇയാൾ ഈ നാട്ടിൽ കളിക്കാത്ത പാട്ടല്ലായിട്ട് പാത നന്നായി കാണിക്ക ബലവാനേ ബലവാനേ രക്ഷ നീ ആകണമേ ബലവാനേ ബലവാനേ രക്ഷ നീ ആകണമേ. ഞാന് 12 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അതുകൊണ്ട് എടുത്ത് പാടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. 3-ന് 4 നേരവും കഴിച്ചു വെച്ചു. രാവിലെ നല്ല എടുപ്പെടുത്ത് വെച്ച് വന്നവരുണ്ട് ഇതിനകം. ആ മോഹം കാണുമ്പോൾ അറിയാം. ചിലർ ഉപവാസത്തോടെ വന്നാനിരിക്കട്ടെ. ഞായറാഴ്ചയൊക്കെ നല്ല പെരുക്കി വെച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഉണ്ടെന്ന് 2 കുറ്റിപ്പൊട്ടും പുട്ടും അതിനടുത്ത പഴവും 2 മുട്ടയും ഒക്കെ അടിച്ച് എന്നിട്ട് വന്നിരുന്ന് തൂക്കിക്കെട്ടുക. ആട്ടെ, നമുക്ക് വിഷയം വിട്ടേക്കാം. എന്തിനാ ഇച്ചിരി നേരം കൊണ്ട് അലോഗ്യം ഉണ്ടാക്കി വെച്ച് പോകുന്നത്? അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം. ഇതെന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എന്ന് വരെയുണ്ട് മരണം വരെ. എവിടെ വെച്ച് വന്നു? രബീദിമിൽ വെച്ച്. എതിലേക്കൂടെ വന്നു? പിറകിൽ കൂടെ വരാൻ കാര്യമെന്നാ? ക്ഷീണിച്ചും തളർന്നു പോയി ഒരു പിറകിലുണ്ട്. ക്ഷീണിക്കാനും തളരാനും കാരണം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല. അതാ വായിച്ചത്, ശക്തിമാന്മാരുടെ അപ്പം. ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെ നല്ല വെള്ള നിറമുള്ളതും തേൻ കൂട്ടിച്ചേർത്ത ദോശ, നല്ല ഭക്ഷണം, മന്ന. മാത്രമാണോ, അടിക്കപ്പെട്ട പാറയിൽ നിന്ന് ശുദ്ധവെള്ളം. മോശ അടിയെടുത്ത് പാറയെ അടിച്ചു. ഇങ്ങനെ വായിക്കുന്നത്, വെള്ളം ചാടി പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. കൊരിന്ത്യലേഖനത്തിൽ വരുമ്പോൾ അവരെ അനുഗമിച്ച് ആത്മീയ പറയുന്നല്ലോ അവർ. അപ്പൊ ഇതുവരെ അനുഗമിക്കുക. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ നിന്നെ അനുഗമിച്ചോളും. അപ്പൊ രാവിലെ അപ്പം കൊടുത്തു. മാത്രമാണോ, വൈകുന്നേരം ഇറച്ചിയും കൊടുത്തു. ഓ, ഇറച്ചിക്ക് വനെല്ലാം കിടന്ന് ബഹളം ഉണ്ടാക്കി. ഇറച്ചി തന്നില്ലേ കൊല്ലുവന്ന് മോശയോട്. മോശയാകെ വിറച്ചു. ഇറച്ചി എന്ന് കേട്ടപ്പോഴേ മോശയുടെ ഇറച്ചി വിറച്ചു. മാര് പറഞ്ഞ്, ഇറച്ചി തന്നില്ലേ തന്നെ കൊല്ലും. താൻ അവിടെ വന്ന് ഞങ്ങൾ ചുമ്മാ ഇരുന്ന് ഞങ്ങളെല്ലാം കൂടെ ഇളക്കി ചാട്ടൊക്കെ എത്തിയേച്ച് പാല് തരാം തേൻ തരാന്നൊക്കെ പറഞ്ഞ് താൻ അവിടുന്ന് ഞങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഉൾപ്പെട്ട് നിന്നതാണ്. ഈയിടെ ആണെങ്കിലും ബിസിനസ് തുടങ്ങി ചിലതെ കൊണ്ട് എന്തെല്ലാം കാര്യം എല്ലാം ഇട്ടപ്പോൾ താൻ അവിടെ വന്ന് പരസ്യം നടത്തി വെച്ച് പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശം. ഇവിടെ ഇപ്പോൾ പാലുമില്ല തേനുമില്ലെന്ന്. പാലും തേനും ഒന്നും വേണ്ടടോ, പച്ചവെള്ളമെങ്കിലും താടോ. കടിക്കാനുണ്ടോ കുടിക്കാനുണ്ടോ? ഒടുവിൽ പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ നല്ല കോളായിരുന്നു, അതുകൊണ്ട് ഇറച്ചി തന്നില്ലേ തന്നെ ഞങ്ങൾ ശരിയാക്കുമെന്ന്. ഇറച്ചി എന്ന് കേട്ടപ്പോഴേ മോശ പേടിച്ചു. മോശ ദൈവസന്നിധി ചെന്നിച്ച് ദൈവം ചോദിച്ചു, എന്നാടാ മുഖത്തൊരു തമ്പുരാനോട് മോശ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞത് ആ സഭാ ചാർജ് വേണ്ടെന്ന്.
അന്നേരം നീ എന്നോട് പറഞ്ഞു പൊക്കോ, ഞാനുണ്ട്, കൂട്ടിന് അകരവനുണ്ട്, കൂടെ വടിയുണ്ട്. ഇപ്പം മടിയില്ല, കുടയില്ല, ഞാൻ കിടന്ന് കുഴയില്ല. അപ്പം ദൈവം ചോദിച്ചു, എന്നാണോ കൊല്ലുവെന്നാ പറഞ്ഞേക്ക്. മോശ പറഞ്ഞ് ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല, ഒന്ന് ഇവിടെ വെച്ച് തീരുക. അല്ല, അങ്ങോട്ട് ചെല്ലുന്നില്ല. അതെന്നാ കാര്യം? അവരെല്ലാം കൊല്ലുവെന്നാ പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞു ഇവരാരും നിന്നെ കൊല്ലത്തില്ല. അല്ല, കൊല്ലുവെന്നതിന് വിഷയം എന്നാ? ഉടനെ മോശ പറഞ്ഞു ഇറച്ചി കൊടുത്തില്ലേ കൊല്ലുവെന്നാ പറഞ്ഞേക്കുന്നത്. തമ്പുരാൻ പറഞ്ഞു അതാണോ വലിയ വിഷയം? അതൊക്കെ നിസാരം. പ്രിയരെ, നമുക്ക് വലിയ വിഷയമുള്ളതെല്ലാം ദൈവത്തിന് നിസാരമാണ്. വലിയ ഭാരവുമായിട്ട് ഇതിനകത്തിരിക്കുന്നവരുണ്ട്. വളരെ ഞരക്കത്തോടിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. നിങ്ങൾക്കത് വലിയ വിഷയം തന്നെ. പക്ഷേ നിങ്ങളുടെ ആ വലിയ വിഷയമുണ്ടല്ലോ ദൈവത്തിന് നിസാരമാണ്. ചിലര് വലിയ ഭാരവുമായിട്ടായി വന്നിരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഭാരമില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ ആ ഭാരമൊക്കെ ദൈവത്തിന് നിസാരമാണ്. നമുക്ക് വലിയ വിഷയമല്ലേ, ദൈവത്തിന് നിസാരമാണ്. കർത്താവ് പറഞ്ഞു നാളുതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്നവനാ ദൈവം. നിന്റെ ഭാരം എൻ്റെ മേൽ. പിന്നെ ഒരു പഴയ പാട്ടുണ്ട്, പാടാൻ വയ്യ എന്നാലും അങ്ങ് പാടുക. ഭാരങ്ങൾ നേരിടും നേരത്ത് താങ്ങിടും സാരമില്ലം നോദിടും. ഭാരങ്ങൾ നേരിടും നേരത്തു താങ്ങിടും സാരമില്ലം നോദിടും. ഇങ്ങോട്ട് വിളിക്കാം. അത്രയും ശബ്ദം വേണ്ട. ഭാരങ്ങൾ നേരിടും നേരത്ത് താങ്ങിടും സാരമില്ലം നോദിടും. കൈകളിൽ താങ്ങിടും ഭാരങ്ങൾ നീക്കിടും ആശ്വാസത്തായി നമ്മെ നടത്തിയിടുമേ. കൈകളിൽ താങ്ങിടും ഭാരങ്ങൾ നീക്കിടും ആശ്വാസത്തായി നമ്മെ നടത്തിയിടുമേ. ഒരു പ്രിയരെ മോരമാ പ്രിയന്റെ ശബ്ദവും കേൾക്കാറാ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പൊ ശ്രദ്ധിക്കുക, ഓടിച്ചു മുമ്പോട്ട് പോകാൻ തമ്പുരാനോട് മോശ പറഞ്ഞു ഇറച്ചി കൊടുത്തില്ലേ കൊല്ലും. തമ്പുരാൻ പറഞ്ഞു ഞാൻ ഇറച്ചി കൊടുക്കും, ഞാൻ കൊടുക്കും. ഉടനെ മോശ ചോദിക്കുക കാര്യമായിട്ടാണോ? തമ്പുരാൻ പറഞ്ഞു ഞാൻ പോസ്ക്ക് പറയത്തില്ല. ഉടനെ മോശ എല്ലാവർക്കും കൊടുക്കുമോ? തമ്പുരാൻ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കും. അല്ല, ഉറങ്ങുന്നവരുണ്ട്. എന്നാൽ ഇതിനകത്ത് വന്നിരുന്നല്ലേ. സ്വോത്രം പറയാത്തവനുണ്ട്, എന്നാലും വന്നിരിക്കുന്നുണ്ടല്ലോ ഈ ചൂടും പിടിച്ച്. കൈയടിക്കാത്തവനുണ്ട്, ഈ ആഴ്ച കൈയടിക്കാത്തവനുണ്ട്. തമ്പുരാൻ പറഞ്ഞു വരുന്നുണ്ടല്ലോ കൊടുക്ക. നുണ പറയുന്ന തള്ളയുണ്ട്, എന്നാലും വന്നിരിക്കുന്നല്ലോ വെള്ളത്തുണി എടുത്തോണ്ട്. അമ്മായിയമ്മ മരുമകളുടെ ഗുസ്തി ഉണ്ടാക്കി വെച്ച് വന്നിരിക്കുന്നുണ്ട്. ഉണ്ട്, ഏക്കുന്നുണ്ട്. പിന്നെ ഉണ്ട്. തമ്പുരാൻ പറഞ്ഞു കൊടുക്ക്. അതിനാ എനിക്ക് മുഖപക്ഷം ഒന്നുമില്ല. അതിനാ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഞ്ഞും മഴ അയക്കുകയല്ലയോ. ദൈവത്തിന്റെ മകൻ നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല ഇന്ന് പകലും ഇരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ മെച്ചം കൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന്റെ ദയയാ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയ. നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്. എൻ്റെ ആദരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. തമ്പുരാൻ പറഞ്ഞ് എല്ലാവർക്കും കൊടുക്ക, എല്ലാവർക്കും കൊടുക്കും. ഒന്ന് മോശ ചോദിക്കുക ഉറപ്പാണോ? എടാ ഉറപ്പച്ചും തറപ്പച്ചും പറയാ കൊടുക്കും. ഒന്ന് മോശ ചോദിച്ചു എങ്ങനെയാ കൊടുക്കുന്നത്? ദൈവം പറഞ്ഞു എനിക്ക് അതിന് വഴിയുണ്ട്, കിട്ടുമ്പോൾ നീ അങ്ങ് ഓത്രം ചെയ്താൽ മതി. എങ്ങനെയാണൊന്നും സായിപ്പാനോ തരുന്ന മദാമയാണോ അതോ നാടനാണോ ലണ്ടനാണോ ഇന്ത്യനാണോ അതൊന്നും നീ തിരക്കണ്ട. അത് എൻ്റെ ചേട്ടത്തി അമേരിക്കയിലുണ്ട്, അവൾ മിണ്ടുകയല്ലോ നിന്നോട്. എൻ്റെ അനിയത്തിയെ ഞാനാ പ്രാർത്ഥിച്ച് അമേരിക്കയ്ക്ക്
പിന്നെ അവളെ കനപ്പിക്കും. അവൾ വന്ന് എറണാകുളത്ത് ഹോട്ടലെടുത്ത് താമസിച്ച് അതിലെ എയർപോർട്ടിൽ കൂടെ പോകും. സ്തോത്രം. എങ്ങനെയാണെന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട, അതൊക്കെ ദൈവം ചെയ്തോളും. ഉടനെ മോശം വെച്ചു, അടുത്ത കാലത്ത് വല്ലതും കൊടുക്കുമോ? തമ്പുരാൻ പറഞ്ഞടാ നാളെ തന്നെ കൊടുക്കുക. ഇതിനെല്ലാം ഇനിയും വെച്ചോണ്ടിരുന്നിട്ട് തന്നെ എടുക്കാനാ? നാളെ തന്നെ കൊടുക്കുക. ദൈവത്തിന് മഹത്വം. ബാക്കി ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകം 11:18 മുതൽ വായിച്ചേ. സംഖ്യ 11:18 മുതൽ പെട്ടെന്ന് വായിച്ചോ. എന്നാൽ ജനത്തോട് നീ പറയേണ്ടത്, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. നിങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? മിസ്രൈമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് യഹോവ കേൾക്ക കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ ഇറച്ചി തിന്നുകയും ചെയ്യും. 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവൻ. അമ്മയെ ബാക്കി ഒന്നുകൂടെ വായിച്ചമ്മേ. ഞാനങ്ങ് കയറി പറഞ്ഞതേ ഉള്ളൂ. പേരെന്നാ അമ്മയുടെ? മേരിക്കുട്ടി. നമ്മുടെ ആരാ പേര്? ഭാഷയുടെ അമ്മ വായിച്ചു. മേരിക്കുട്ടി അമ്മ വായി. എന്നാൽ ജനത്തോട് നീ പറയേണ്ടത്, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. പിന്നെ എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? മിസ്രൈമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു യഹോവ കേൾക്ക കരഞ്ഞുവല്ലോ. ഈ കള്ളത്തരമൊക്കെ പറയാവോ? പറ നിങ്ങൾ. മിസ്രൈമിൽ ഞങ്ങൾക്ക് നല്ലതായിരുന്നു. അങ്ങനല്ലേ മേരിക്കുട്ടി മാമ? പറ ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? മിസ്രൈമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു. നിർത്തിക്കേ. മിസ്രൈമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു. പിന്നെ നിന്നെ കനപ്പിച്ചു. പുറപ്പാട് 1:8 വായിച്ചേ പെട്ടെന്ന്. ഓടിച്ചു വായിച്ചോ. അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിലുണ്ടായി. അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി ഈ രാജ്യം വിട്ടു പൊയ്ക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിപൂർവം പെരുമാറുക. അങ്ങനെ കഠിനവേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടത്. ഇവര് പറയാ നല്ലതായിരുന്നു, കഠിനവേല ചെയ്ത് കിടന്നവനാ. എടാ, നീ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? നീ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ വീറും വൃത്തിയായിട്ട് നടന്നിട്ടുണ്ടോ? നീ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ മാന്യമായിട്ട് വർത്താനം പറയുമായിരുന്നോ? നീ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ നിന്റെ വീട്ടിൽ എന്താ ഉണ്ടായിരുന്നു? 2 മംഗലം 1 കറിച്ചട്ടി. ആ മംഗലം വന്നെ കിഴിഞ്ഞ് പിന്നെ തുണിയും തിരികെ കയറ്റി. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ നല്ലൊരു ചെരുപ്പ് പോലും. ആ കൂടെ 2 ജോഡി ചെരുപ്പ് അത് ഇട്ടിട്ട് തേഞ്ഞ് പുറക് ഈ കുതികാലിൻ്റെ അവിടെ തോള വീണ്. അതാണ് തോള വീണ്. പിന്നെ കല്യാണത്തിന് പോകാൻ നിർത്തിയൊരു ചെരുപ്പ് അപ്പുറത്തെ തങ്കയുടെ വായ്പയും മേടിച്ചു. തങ്കമ്മ ആ ചെരുപ്പ് ഇങ്ങോട്ട് താടി. എന്നാ ഞാൻ കല്യാണത്തിനൊന്ന് പോകാനാ. സൂക്ഷിച്ചോണം. അതിട്ടോണ്ട് തങ്കയുടെ ചെരുപ്പ് മേടിച്ചിട്ടോണ്ട് പോയപ്പോൾ അതിൻ്റെ വള്ളിയും പൊട്ടി. ഉടനെ അത് കടലാസിനകത്ത് പൊതിഞ്ഞ് ചെരുപ്പ് കാലേരേണ്ടത് ആ കച്ചത്തി വെച്ചിരിക്കുക. പിന്നെ കല്യാണത്തിന് ചെരുപ്പില്ലാതെ ഉള്ള കാര്യമായി പറയാനേ. അവിടെ ചെന്ന് ചെരുപ്പുമില്ലാതെ കല്യാണമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം കടയിലിറങ്ങി പാമ്പാടിലിറങ്ങി 50 പൈസയ്ക്ക് വള്ളിയും മേടിച്ചില്ല. തങ്ക വെച്ചേക്കുകയല്ല നിന്നെ. അത് അവിടെ മുതൽ വള്ളി കുത്തി കയറ്റി കൈ തുളയ്ക്കകത്തോടെ. എവിടെ കയറാനാ? കൈ കൊണ്ട് കയറ്റി. പിന്നെ അവിടെ നിന്ന് കമ്പിൻ്റെ അറ്റം ഒടിച്ചെടുത്ത് കുത്തി. നിങ്ങൾക്കൊന്നും അറിയാൻ മേല. ഇതെല്ലാം ചെയ്തേച്ച് അവിടെ കൊണ്ടുപോയി താങ്ക നോക്കിച്ചോ, ഇതെൻ്റെ വള്ളി അല്ലല്ലോ. അല്ല, നിങ്ങൾ ഇപ്പോഴത്തെ ഷൂവ് പുറകിൽ ബെൽറ്റ് കൊളുത്ത് എന്നിട്ട് ബോധിക്കുന്നില്ല. മോന്തായിരിക്കുന്നില്ല, ബോധിക്കുന്നില്ലെന്ന്. വേണ്ട ഷൂ ഒക്കെ ഇട്ടോണ്ടിരിക്കുന്നു. നന്നായിരിക്കുന്നു. കൊച്ചുനാൾ വല്ല ഷൂ ഉണ്ട്.
തിളങ്ങുന്നു. ദൈവത്തിന് മഹത്വം. ആണ്ടി അമ്മയൊക്കെ കൈമൊക്കെ അമ്മയൊക്കെ നല്ല കണ്ണാടിയാ കേട്ടോ. 10-50 കൊല്ലം മുമ്പ് നമ്മുടെ തള്ളമാർക്കൊന്നും ഇതുപോലെ കണ്ണാടിയില്ല. പിന്നെ ആരോ ഒരു കണ്ണാടി കൊടുത്തു, അതിലെ കട്ടിയുള്ള കണ്ണാടിയാ. ഒരു കാലങ്ങ് പോയി. പിന്നെ ചാക്കിയരട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തള്ളക്ക് ചാക്കിയരടില്ല, അതിന് ഒരു കൈ അങ്ങ് പിടി, ഒരു കാലുണ്ട്. അയ്യോ, ഉള്ള കാര്യമായി പറഞ്ഞത്. നല്ലൊരു സാരി ഉടുക്കാൻ നീ കൊതിച്ചിട്ടില്ലേ? നല്ലൊരു വസ്ത്രം ധരിക്കാൻ നീ കൊതിച്ചിട്ടില്ലേ? എന്നിട്ടിപ്പോ കൃപ വന്ന് ചെയ്യും. ഒച്ചേ എടാ അവിടെ അടങ്ങിയിരി. ഏതാ ഇത്? അവിടെ അടങ്ങിയിരുത്ത്. ദൈവം നിന്നെ നടത്തിയ വിധമൊന്നും മറക്കരുത് കേട്ടോ. എത്ര അത്ഭുതകരമായിട്ടാ ദൈവം നിന്നെ നടത്തിയത്. പഴയ പെന്തിക്കോസുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന മാസികത്തിന് പോകുമ്പോഴാണ്. അതുകൊണ്ട് നടന്നങ്ങ് പോവുക, നെടുക നടക്കുക. നടന്നൂപ്പാട് വന്ന് അവിടെ ചെന്നിരുന്ന് ചില വയറ് നിറച്ച് കൊച്ചാക്കി പറഞ്ഞതല്ല. അവിടുന്ന് ആ ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ട് വന്നത്. ദൈവം നിനക്ക് നന്മ നൽകി. നന്മ. നല്ല വീടുണ്ടായിരുന്നോ? നല്ല ഇല്ല. ഒരു നല്ല വീടൊന്നും മിക്കവർക്കും നല്ല വീടൊന്നും അന്നൊക്കെ പറഞ്ഞ ആനവായം വരെ എന്നാ. ആനവായം വര എന്ന് പറഞ്ഞ ആ വലുതോ ആ ഒറ്റ വാതിലേ ഉള്ളു. അതിങ്ങനെ നെടുക വള്ളപ്പര പോലെ. അതിൻ്റെ അങ്ങേയറ്റത്ത് ഒരു അടുപ്പുകല്ല് വെക്ക, 3-4 അടുപ്പുകല്ല് അവിടെ ആ പെരുമാറ്റുന്നത്. അത് പെരുമാറ്റി വെച്ച് അങ്ങോട്ട് എടുത്ത് വെക്കുക. എല്ലാം മട്ട വരുന്ന കടിക്ക് അവിടോട്ട് തന്നെ കിടക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിക്കുപായ, ഇവിടെ എന്തോ പനമ്പാന്നോ തഴപ്പ. ചിക്കുപായെന്നാ ഞങ്ങളുടെ വലിയ പായ. 5 വട്ടം പിള്ളേരുള്ളിടത്തൊക്കെ വലിയ ചിക്കുപായാണ് അവിടെ തന്നെ. ചിക്കുപായ ഇങ്ങനെ നിവർത്തിക്കൊണ്ട് പോകുമ്പോൾ ആദ്യം ഉറങ്ങിയ കൊച്ചനെ എടുത്ത് ആദ്യം കടത്തും. അല്ലെ ഇതങ്ങ് ചുരുണ്ട് വരും കൂടെ. ചില കൊച്ചുങ്ങളൊക്കെ നേരത്തെ ഉറങ്ങുവന്ന്. അപ്പോൾ ഇത് നിവർക്കുമ്പോൾ ആദ്യം അതിനെ അവിടെ കടത്തും. പിന്നെ ഓരോന്നോരോന്ന് കയറി കിടക്കുക. ചിക്കുപായില്ലേ? പുതയ്ക്കാൻ വല്ല പോലപ്പോ കുന്തോ വല്ലോ ഉണ്ടോ? അമ്മയുടെ കച്ചമുറിയായിരിക്കും. അത് രാത്രി പിടിച്ചു വലിച്ച് അതും കീറി. പിന്നെ ഒറ്റയ്ക്കൊരു പായി കിടക്കുന്നവൻ കിടന്നേ ചൊന്ന് ഉരുളുമ്പം ഇതൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ. ഇപ്പം ബോറും ബെഡ്ഷീറ്റ് ഇരിക്കുമ്പോൾ അനങ്ങുന്ന മെത്ത ആത്മാവിലായില്ലല്ലോ. അതിൽ ചെന്നേരം ഇരുന്നാൽ മതിയല്ലോ. സ്തോത്രം. ദൈവം നിന്നെ നടത്തിയ വിധമൊന്നും മറക്കരുത്. ഞാൻ എപ്പോഴും പറയും, പണ്ട് ഒരു മുട്ടക്കറി കൂട്ടണമെങ്കിൽ വിരുന്നുകാർ വരണം. കോഴിക്കറിയൊന്നും എപ്പോഴും കിട്ടത്തില്ല. കോഴിക്കറിയൊക്കെ വിരുന്നുകാർ വല്ലതും വന്നെങ്കിൽ അതും അപ്പൻ്റെ പെങ്ങൾ വന്നാൽ കോഴിയെ കണ്ടിക്കുകയല്ല, അമ്മയുടെ അനിയത്തി വരണം. അപ്പൻ്റെ പെങ്ങൾ വന്നാൽ കോഴിയെ ഒന്നും ഉടനെ അമ്മയൊക്കെ ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ട്. അമ്മയുടെ അനിയത്തി വരുമ്പോൾ അമ്മ ഇളകും. അയ്യോ എൻ്റെ കൊച്ചെ. നമ്മൾ ആ കോഴിയെ പിടിക്കാൻ ഓടുന്ന കോഴിയുടെ പുറകെ കോഴി പ്രാണൻ കൊണ്ട് ഓടുക. ഓടിച്ചിട്ട് കട്ടയ്ക്കും കോഴിക്ക് എറിഞ്ഞ് അതിനെ ആ വരവൊക്കെ ഒന്ന് കാണണം. ദാവീദ് ഗോലിയാത്തിൻ്റെ തലയായിട്ട് വരും പോലെ കോഴിയെ പിടിച്ചോണ്ടേ. അപ്പം നമ്മൾ കോഴിക്കയുടെ പുറകെ ഓടുമ്പോഴേ അമ്മ വെള്ളം തിളപ്പിച്ചിടും. അതെല്ലാം മുക്കി അതിൻ്റെ കോഴി തൂവലെല്ലാം നമ്മളിവിടെ കൂടി കാരണം അത് കഴിക്കാമല്ലോ. പഴയ അമ്മമാർ എല്ലാം ഒന്നും ഇഷ്ടം പോലെ കിട്ടുകയല്ല. കല്ലയിലൊക്കെ വെച്ചാ പച്ചമല്ലി അരയ്ക്കുന്നത്. തികയാത്തത് കൊണ്ട് നല്ല കിഴങ്ങിൻ്റെ കഷണം ഇടും. വലിയ കിഴങ്ങ് 4ആയിട്ട് പൊളന്ന്. ഇത് വിളമ്പുമ്പോൾ നല്ല മണമാണ് കേട്ടോ. എന്തോ മണമാണ്. അത് വിളമ്പാൻ നേരത്ത് യഥേഷ്ടം ഒന്നും കിട്ടുകയല്ല. ഒരു കഷണവും 2 കിഴങ്ങിൻ്റെ കഷണവും ഇച്ചിരി ചാറും കൂടെ ആ പീലീസിനകത്ത്. നിങ്ങൾ ഈ നാട്ടിലൊന്നും ഉള്ളവരല്ലേ? ഇരിപ്പ് കണ്ടിട്ട് ചാൾസ് രാജകുമാരൻ്റെ അനിയനെ പോലെ. ഇതൊന്നും അറിയാൻ മേല. ഇതൊക്കെ നമ്മൾ അനുഭവിച്ച കാര്യമാണ്. അപ്പം അത് തൊട്ടുനാക്കിയാക്കിയാ പിന്നെ ആൺപിള്ളേരോട് അമ്മമാർക്കൊരു ചെറിയ താല്പര്യമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അമ്മയുടെ വീതം ഒരു കഷണമായിരിക്കും അതുകൂടെ തരും. അല്ലാവുന്ന യഥേഷ്ടം കിട്ടത്തില്ല. ഇപ്പോഴാന്നേലോ കൊള്ളാം, ചിക്കൻ പിള്ളേർക്ക് വേണ്ട, വാടാ കഴിക്കാം. എന്തുവാ ചിക്കൻ? അഹങ്കാരമായി. ഇപ്പം അതിന് വേറെ പുസ്തകത്തിൽ വാക്യമുണ്ട്, തീമ്പൊളപ്പ്.
തിന്ന് കഴിയുമ്പം കുത്തലുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ദൈവം നിന്നെ നടത്തിയ വിധം മറക്കരുത്. ഇവര് പറയാ മിസ്രയീം ഞങ്ങൾക്ക് വളരെ നല്ലതായിരുന്നു, ഇവരെ പീഡിപ്പിക്കുക. ഒന്നുകൂടെ വായിച്ച ആ വാക്യം. അങ്ങനെ കഠിനവേലകളാൽ അവരെ ഒന്ന്, പീഡിപ്പിക്കുന്നതിന് ഇവരെ കഠിനവേല ചെയ്യിപ്പിക്കുക. പക്ഷെ ഇവര് കള്ളത്തരം പറയും അവിടെ നല്ലതായിരുന്നു. അടുത്തത്, അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. എന്നിട്ട് ഇവര് കള്ളത്തരം പറയാ ഞങ്ങൾക്ക് നല്ലതായിരുന്നല്ലോ. അടുത്തത്, അവർ പീഥോം റയംസേസ് എന്ന സംഭരണ നഗരങ്ങളെ ഫറവോന് പണിതു. ഫറവോന് പണിതുകൊണ്ടിരിക്കുക. ദൈവത്തിനോ ഇവർക്കോ ഒന്നുമല്ല, ഫറവോന് പണിതുകൊണ്ടിരിക്കുക. എന്നിട്ടും പറയാ നല്ലതായിരുന്നു. അടുത്ത വാക്യം, എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു, അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. വായിക്കും, പേടിക്കാതെ വായിക്കും. മിസ്രയീമ്യർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു. കഠിനവേല ചെയ്യിപ്പിച്ച് കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും മുഴുവൻ വേലകളും കഠിന പ്രവൃത്തി ചെയ്യിപ്പിക്കുക. അടുത്തത്, അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവിതം കൈപ്പാക്കി. ഞാൻ വായിപ്പിക്കുന്നില്ല. കഠിനവേല, കഠിന പ്രയത്നം, ഊഴിയ വിചാരകന്മാർ പേടിപ്പിച്ചു, റമസേസും സംഭാര നഗരം പണിയുന്നു, ജീവനെ കൈപ്പാക്കി. ഇങ്ങനെയൊക്കെയാ ഇവിടുന്ന് ദൈവം ഇവരെ തെരഞ്ഞെടുത്തത്. അങ്ങനെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ഇവര് പറയുക ഞങ്ങൾക്ക് മിസ്രയീം നല്ലതായിരുന്നെന്ന്. വായിച്ചേ, യഹോവ കേൾക്കാൻ നിങ്ങൾ കരഞ്ഞുവല്ലോ. സംഖ്യാപുസ്തകം. ഇത് വിട്ടേച്ച് സംഖ്യാപുസ്തകം. മേരിമാമോ സംഖ്യ. എന്നാൽ ജനത്തോട് നീ പറയേണ്ടത് നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി. എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരുമെന്ന്? മിസ്രയീമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞു യഹോവ കേൾക്കാൻ കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരുകയും നിങ്ങൾ ഇറച്ചി. എന്റെ മേരിമാമയെ വായിക്കാൻ. മേരിമാമയ്ക്ക് ഇറച്ചിയോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. വായിച്ചോ. അടുത്തത്, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, ഒരു മാസം മുഴുവൻ. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ള യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 1 അല്ല 2 അല്ല 10 അല്ല 20 അല്ല, ഒരു മാസം മുഴുവൻ ഓടിച്ചവസാനിപ്പിക്കുക. രാവിലെ അപ്പം, വൈകുന്നേരം ഇറച്ചി, അടിക്കപ്പെട്ട മാറുന്ന വെള്ളം. അപ്പം ക്ഷീണിക്കാൻ കാര്യം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല. അപ്പത്തിനപ്പോൾ, ഇറച്ചിക്ക് ഇറച്ചിയും, വെള്ളത്തിന് ഇത് മതിയല്ലോ. പിന്നെ ക്ഷീണിക്കാൻ കാര്യം, വിഷയം വിട്ടു പോകരുത്, വഴിയിൽ വെച്ച് നശിക്കരുത്. വഴിയിൽ നശിപ്പിക്കുന്ന ഒന്നാമത്തെ പോരാട്ടമാണ് അമാലിലേക്ക്. എന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എന്നുവരെയുണ്ട് മരണം വരെ. എവിടെ വെച്ച് തുടങ്ങി? രബീദിമിൽ വെച്ച്. എതിലേക്കൂടെ വന്നു? പുറകിൽ കൂടെ വരാൻ കാര്യം ക്ഷീണിച്ചും തളർന്നു പോയവർ പുറകിൽ. ക്ഷീണിക്കാനും തളരാനും കാരണം എന്നാ ചിന്തിച്ചു വരുന്നത്? ക്ഷീണിക്കാനും തളരാനും കാരണം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല. രാവിലെ അപ്പം, വൈകുന്നേരം ഇറച്ചി, അടിക്കപ്പെട്ട പാറയുന്ന ശുദ്ധ വെള്ളം. പിന്നെ ക്ഷീണിക്കാൻ കാര്യം? ചില നമ്മുടെ ക്ഷീണിച്ചിരിക്കുക പാട്ടില്ലാഞ്ഞിട്ടാണോ? ഉള്ള പാടി ഊപ്പാട് വന്ന് വെച്ചിരിക്കുക. പ്രാർത്ഥനയില്ലാഞ്ഞിട്ടാണോ? ഉള്ള ഇതെല്ലാം പ്രാർത്ഥിക്കുന്നവരാ. വചനമില്ലാഞ്ഞിട്ടാണോ? ഞാൻ വന്നപ്പം ബഹുമാന്യ കർത്തദാസൻ നന്നായിട്ട് പ്രസംഗിക്കുക. ഇപ്പം ഞാനും ഇനിയുണ്ട്. വചനമില്ലാഞ്ഞിട്ടാണ്. പിന്നെ ക്ഷീണിക്കാൻ കാര്യം? ക്ഷീണിക്കാനായിട്ട് കാര്യം, ഞാൻ ഈ വേറെ പുസ്തകം മൊത്തം ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ക്ഷീണിക്കാൻ കാര്യം 33 കൂട്ടം കാര്യമാണ്. 33. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, താൻ 33 പറഞ്ഞയച്ചാൽ ഈ ചൂടും പിടിച്ച് ഞങ്ങളെ വിടുവോളെന്നായിരിക്കും. ഇല്ല, പെട്ടെന്ന് നിർത്തുക. ഇരിപ്പ് കണ്ടിട്ട് 3 എണ്ണം പോലും പറയാൻ തോന്നുന്നില്ല. അപ്പം ക്ഷീണിക്കാൻ കാര്യം 33 കൂട്ടം കാര്യമുണ്ട്. 1-2 എണ്ണം വായിച്ചു വിടുന്നതേ ഉള്ളൂ, വിശദീകരിക്കുന്നില്ല. ക്ഷീണിക്കാനുള്ള ഒന്നാമത്തെ കാര്യം 106 സങ്കീർത്തനം 24. ചടികടാന്ന് വായിക്കണം മേരിമാമേ, പെട്ടെന്ന് വായിക്കണേ. 106 സങ്കീർത്തനം 24. മേരിമാമയുടെ ഇപ്പറിയിരിക്കുന്ന സഹോദരി പേര് ജയ്മോള്. വായി, 2 പേരിൽ ആരിലും വായിരേ. മൂച്ചുള്ള പെണ്ണുങ്ങൾ പുറകെ ഇരിപ്പുണ്ട് കേട്ടോ, നിങ്ങളുടെ ഈ മൈക്കുള്ളത് കൊണ്ടാണ്.
അവർ മനോഹര ദേശത്തെ നിരസിച്ച്, ഒന്നുകൂടെ വായിച്ചേ. അവർ മനോഹര ദേശത്തെ നിരസിച്ച് അവർ മതി അവന്റെ മതി വചനത്തെ മതി മതി. ക്ഷീണിക്കാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം ഇവർ മനോഹര ദേശത്തെ നിരസിച്ചു. ദൈവം തമ്പുരാൻ ഇവരെ വിളിച്ചിറക്കിയത് നല്ല ദേശത്തേക്കാ. എന്താ മനോഹര ദേശം? വായിച്ചേ. ആവർത്തനം 8:7 ദേശത്തിന്റെ വിശേഷത. ആവർത്തനം 8:7 പെട്ടെന്ന്. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്ന് മലയിൽ നിന്ന് പുറപ്പെടുന്ന നീരടുക്കുകൾ, ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ്, യവവും മുന്തിരി, അത്തിയും മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമരം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. പാലും തേനും ഒഴുകും വാഗ്ദത്ത കന്നാൻ നാട്, മാലിന്യ ഇല്ലാതെല്ലു ഭാഗ്യനാട്. പാലും തേനും ഒഴുകും വാഗ്ദത്ത. മതി മതി, ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു. പാലും തേനും ഒഴുകും വാഗ്ദത്ത. അങ്ങനെയൊക്കെ ആശ്വസിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, നല്ലൊരു ദേശത്തേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ മലയിൽ പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളും എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് പഞ്ഞമില്ലെന്ന്. ഇവിടെ വെള്ളത്തിന്, എൻ്റെ ഭാഷയിൽ അങ്ങ് പറയാ, ആരാധനയ്ക്ക് പഞ്ഞമൊന്നുമില്ല. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദി കൊണ്ടതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യ കൊണ്ട് അത് കുലുങ്ങിപ്പോകത്തില്ല. തോട്ടം നനയ്ക്കാൻ ഒരു നദി, അത് 4 ശാഖയായിട്ട് പിരിഞ്ഞു. ഒന്നാമത്തത് പീശോൻ, വെള്ളച്ചാട്ടം എന്നർത്ഥം. അത് കവിയിലാരേഷമൊക്കെ ചുറ്റും. അവിടെ പൊന്നുണ്ട്, ഗുൽഗുലുമുണ്ട്. അവിടുത്തെ പൊന്ന് മേത്തരമാണ്. വെള്ളത്തിന് മഞ്ഞമില്ല. പിന്നെ കോതമ്പ്, കൊള്ളാം, നല്ല കോതമ്പാകാനാ. നമുക്ക് കിട്ടുന്നെല്ലാം പിശിടാ. അതിലെ ചപ്പാത്തി കൊടുത്തുകൊണ്ട് ഞാൻ പിച്ചിക്കീറി ഇട്ടേച്ച് പറയാം, തങ്കമ്മ ഇച്ചിരി ഏറെ ഒഴിച്ചേക്കാൻ. പിച്ചിക്കീറി ഇട്ടേച്ചേ ഗ്രേവി ഏറെ ഒഴിച്ചേക്കാൻ. ഗ്രേവി ഒഴിച്ചേച്ച് നമ്മൾ വർത്തമാനം പറയാനോ ഉണ്ട് വിശേഷം, മറ്റേ കാര്യമാണ്. അപ്പോൾ ഇത് കുതിർന്നോളൂ അതിടക്കിടക്ക്. അതിനാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും കുതിരുന്നുണ്ടോ. അല്ലെങ്കിൽ ഇത് പിടിച്ചാൽ വലിയ കമ്പിപടി പോലെ, ഈ കമ്പിപടി പോലെ കൊള്ളുകയല്ല. ഇപ്പോഴത്തെ തന്നെ പെണ്ണുങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയത്തുമില്ല, ചെയ്യത്തുമില്ല. ഞങ്ങളൊക്കെ കൺവെൻഷൻ കഴിഞ്ഞ് ചെല്ലുമ്പം പാഷേ ചപ്പാത്തി ആനട്ടെ. ഞാൻ ചോദിക്കും ഏത് ചപ്പാത്തി? ഇവിടെ ഉണ്ടാക്കിയതാണ്, ആ കടയിൽ നിന്ന് പാക്കറ്റ്. മിക്ക പെണ്ണുങ്ങളും പാക്കറ്റ് മേടിച്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കി ചിഞ്ഞ് തരിക. ഞാൻ പറയാം നിൻ്റെ മാപ്പിളയ്ക്ക് കൊടുത്താണ്, അവൻ തിന്നോളൂ, അവന് വേറെ കിട്ടാൻ മാർഗമൊന്നും. അങ്ങോട്ടും ഇങ്ങോട്ടും 2 അലക്ക്, പിന്നെ അവനും കൊടുക്കും. അവനത് തിന്നിച്ച് നിന്നെ ഒന്ന് അലക്കും. ഇത് നല്ലതല്ലെന്ന്. എന്തോ കാരമോ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് തരുന്നതാ. അതിലെ കണ്ടിട്ടില്ലേ പച്ച പച്ച മട്ട ഇടയ്ക്ക് പച്ച കളറ്. ശ്രദ്ധിച്ച് ഒന്നും കഴിച്ചിട്ടില്ലേ? നിങ്ങൾക്കെല്ലാം വീട്ടിലുണ്ടാക്കി തരിക. നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേരിമാമോ, അപ്പൊ ശ്രദ്ധിച്ചേ. എന്നാൽ കനാനിലെ കോലമ്പ് നല്ല 1-ാം തരം കോലമ്പാ. അല്ല, കോലമ്പിന്റെ കാമ്പും ഗോതമ്പ് യവം 5 അവത്തപ്പം അങ്ങോട്ട് കൊടുത്തത്. അതെടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി ഒടുത്ത് വിളമ്പി തിന്നിവൻ്റെ എല്ലാം ഊപ്പാട് വന്നെന്നുള്ളതാണ്. കോലമ്പുണ്ട്, യവമുണ്ട്, മുന്തിരിയുടെ നൽകി എന്നെ ശക്തീകരിക്കണം. സ്തോത്രം. കോലമ്പ്, യവം, മുന്തിരി, അത്തി, രോഗശാന്തി, അത്തിപ്പഴക്കട്ട കൊണ്ട് പെരട്ടി.
ഇതെല്ലാം കനാനിലുണ്ടെന്ന്. കോതമ്പ്, യമം, മുന്തിരി, അത്തി, മാതളം, തേനും ഉള്ള ദേശം. അത്തി, അത്തിവൃക്ഷവും മാതളനാരവും മാതളം ഉള്ള ദേശം. ഭൂതം പിടിച്ചവൻ പോയി ഇരുന്നത് മാതളത്തിന്റെ ചോട്ടില്ല, മിക്രോനിൽ. മാതളം. പിന്നെന്തുവാ? ഒലിവൃക്ഷവും തേനും ഉള്ള ഒലിവ് വൃക്ഷം. ഒലിവ്, അയ്യോ, ഇടിച്ചെടുത്ത തെളിവുള്ള വെട്ടം കാണാനുള്ളതാ. ഇടിച്ചെടുത്ത തെളിവുള്ള ഇതെല്ലാം കനാലിലുണ്ട്. ഒലിവ്. പിന്നെ അവസാനം സുഭിക്ഷമായി ഉപജീവനം. അല്ലെന്ന് മേരി മാമ ഒന്നുകൂടെ ഉണ്ട്. ഒലിവൃക്ഷവും തേനും. ആ, തേനോടും വലിയ താല്പര്യം ഇല്ല, ഇറച്ചോടും തേനോടും താല്പര്യം. തേൻ അണ്ട വടിയുടെ അറ്റം കൊണ്ട് ഒന്ന് എനിക്ക് അങ്ങ് നിന്ന് പ്രസംഗിക്കാൻ തോന്നുക. ഞാൻ പോവുക, പിന്നെ ഒരു ദിവസം വരാം, പിന്നെ ഒരു ദിവസം വരാം. ഇന്നിങ്ങനെ അങ്ങ് സാധിക്കേ. കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ, ഒന്നുകൊന്നൊക്കെ മെച്ചം. പ്രസംഗം മോശമാണെന്നാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇതെല്ലാം ഒന്നുകൊന്നൊക്കെ മെച്ചമാണ്. ഈ ദേശമായി ഇവർ നിരസിച്ചത്. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. ക്ഷീണിക്കാനുള്ളത് ഒന്നാമത്തെ കാര്യം. 33 പോയിന്റാ വെച്ചേക്കുന്നത്, ഒന്നേ ഉള്ളൂ പറയുന്നു. ക്ഷീണിക്കാനുള്ള ഒന്നാമത്തെ കാര്യം, ഇവർ മനോഹര ദേശത്തെ നിരസിച്ചു. ഇവർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ലെന്ന്. വായിച്ചേ 32:1 സംഖ്യ. അത് പറഞ്ഞങ്ങ് നിർത്താം. സംഖ്യ 32:1. അയ്യോ, പെട്ടെന്ന് വായരുത്, ആ പുസ്തകം കീറരുത്. എന്നാൽ രൂപേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകളുണ്ടായിരുന്നു. അവർ യസർ ദേശവും ഗിലിയാദ് ദേശവും ആടുമാടുകൾ കൊള്ളാമെന്ന് ദേശമെന്ന് കണ്ടിട്ട് മോശയോടും ഇസ്രായേൽ മൂപ്പന്മാരോടും എല്ലാം വന്ന് പറഞ്ഞത് അതാരോത്ത് സീബോൻ ബായിരിക്കും. എന്നാൽ രൂപേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യസർ ദേശവും ഗിലിയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലം എന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ എലയാസറിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അദരത്ത്, ദീബോൻ, യസർ, നിമ്ര, ഹെശ്ബോൻ, എലയാലെ, സെബാം, നെബോ, മറുഭാഷ പറയുമ്പോൾ ഇരിക്കുന്നു, വായിച്ചോ. യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം ആടുമാടുകൾക്ക് ഈ ദേശമല്ല ആടുമാടുകൾക്ക് കൊള്ളാവുന്ന ദേശമെന്ന് അടിയങ്ങൾ അറിയുന്നു. അടിയങ്ങൾക്കോ ആടുമാടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അടുത്ത വാക്യം അത് ഞാൻ പറഞ്ഞല്ലോ, അടുത്ത വാക്യം വായിര്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ, അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായിട്ട് തരണം. അടുത്തത് ഞങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകരുത്. മനോഹര ദേശം നിരസിച്ചു. എന്നിട്ട് ഞായറാഴ്ച വന്ന് പാടുക, അക്കരയാണ് എൻ്റെ. തിങ്കൾ മുതൽ ശനി വരെ കണ്ടമാനം നടന്നേച്ച് ഞങ്ങളുടെ വല്യമ്മയുടെ ഒരു ഭാഷ പറയാം, തെറിയ. ഒരു തെറിയും കൂടി ഇരിക്കട്ടെ. അപ്പം ക്ഷമാപണത്തോടെ ഞങ്ങളുടെ വല്യമ്മച്ചി പറയുന്നതാ, എടാ കണ്ടടം നിരങ്ങി നടക്കരുതെന്ന്. വലിയ തെറിയല്ലല്ലേ? നിങ്ങൾ ചിന്തിച്ചത് അയ്യോ പുള്ളി ഏതാണ്ട് എന്ത് ശ്രദ്ധയോടായിരുന്നത്. വാക്യം പറഞ്ഞിട്ടൊന്നും ശ്രദ്ധിച്ചില്ല. ഉറങ്ങിയ പുള്ളി വരെ പെട്ടെന്ന് നോക്കി തെറി കേൾക്കാം, പുതിയ തെറി വല്ലോ ആണ്. അപ്പൊ ഞങ്ങളുടെ വല്യമ്മച്ചി വിഷയം വരുമ്പോഴേ രൂക്ഷമായിട്ട് വരുമ്പോ പറഞ്ഞ കണ്ടടം നിരങ്ങി നടക്കരുത്. ഇവര് മനോഹര ദേശത്ത് നിരസിച്ചു. എന്താ ദേശത്തിന്റെ വിശേഷത? കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ. ഈ ദേശത്തെ നിരസിച്ചു. എന്നിട്ട് ഇപ്പൊ കണ്ട പച്ചപ്പിന്റെ പുറകെ പോകുക. ഒരു കാര്യം പറയും, ഇപ്പൊ ആരെയും ഒരു തയ്യൽ മെഷീനോ ഒരു ബാത്റൂം പണിത് തരാന്ന് പറഞ്ഞുകൊണ്ടോ ഒരു ചായ് പിറക്കി തരാന്ന് പറഞ്ഞത് കൊണ്ടോ അല്ലെ പിള്ളേർക്ക് പഠിക്കാൻ 10 രൂപ തരാന്ന് പറഞ്ഞുകൊണ്ടോ ഐസ്ക്രീം കൊണ്ട് നിന്നെ കിറിയ തേച്ചത് കൊണ്ടോ നീ പ്രമാണം വിട്ടു പോകരുത്. പഞ്ചായത്തിൽ നിന്ന് 2 കോഴിയെ തരാൻ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു, വെള്ളസാരി മാറ്റി വെച്ച് സെറ്റ് സാരി കൊടുത്തോണ്ട് വന്നാൽ മതിയെന്ന്. ഉടനെ അവള് പോവും. ഇവിടെ ഏതെല്ലാം സംഘടനയുടെ പുറകെ കൊടിയും പിടിച്ചു പോകുന്ന പെണ്ണുങ്ങൾ ഇതിനകത്തും കാണും. ഞങ്ങളിലൊന്നിനെ തൊട്ടെന്നാൽ അവർക്ക് നടക്കാൻ മേല.
5 സ്ഥലത്ത് പിടിച്ചാ അവിടം വരെ ചെന്നത്. എന്നുവെച്ചാൽ ഞങ്ങളിൽ ഒന്നിന് ഈ കണക്കിന് വല്ല ഗൾപ്പും കട ഉണ്ടായിരുന്നല്ലോ. നീ ഒരു പാർട്ടിയുടെയും കൊടി പിടിക്കരുത്. കമ്മ്യൂണിസ്റ്റേയും പിടിക്കണ്ട, കോൺഗ്രസിന്റെയും പിടിക്കണ്ട, BJPയുടെയും പിടിക്കണ്ട, PRDSന്റെതും പിടിക്കണ്ട. പിന്നെ ഈ പാമ്പാടി സ്ഥലത്തൊരു സംഘടന ഉണ്ടല്ലോ, എന്നാ CSDS, അതിൻ്റെയും പിടിക്കണ്ട. നിന്റെ മേലൊരു കൊടി ദൈവം പിടിച്ചിട്ടുണ്ട്. അത് സ്നേഹത്തിന്റെ കൊടിയാ. ഇത് തിങ്കൾ മുതൽ ശനി വരെ കണ്ടമാനമെല്ലാം നടന്നേച്ച ഞായറാഴ്ച ആകുമ്പോൾ ചങ്ങാടം തള്ളിക്കൊണ്ട് വരും പോലെ വരിക. എന്നാൽ ചൂടെ ഒന്ന് പാടുക. അക്കരെയാണ് എൻ്റെ ഞാൻ ഒന്നും പറയുന്നില്ല, പോവുക. ദൈവം അനുവദിച്ചാൽ പിന്നെ ഒരു ദിവസം വരാം. ഈ 33-ൽ 1 പറഞ്ഞത്, ബാക്കി 32 പറയും. പറയും ദൈവം അനുവദിച്ചാൽ. സ്തോത്രം. നമ്മുടെ മേൽ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹത്തിൻ്റെയാ. എൻ്റെ മേൽ അവൻ പിടിച്ചിരുന്ന സ്നേഹത്തിൻ കൊടി, എൻ്റെ മേൽ നിന്നവനൊന്നെടുക്കയിൽ ഒരിക്കലും. എൻ്റെ പ്രിയനെ നിങ്ങൾ കണ്ടുവോ? എൻ്റെ പ്രിയനെ നിങ്ങൾ കണ്ടുവോ? എന്നാശയെന്നു എൻ്റെ രക്ഷിതാവി, എന്നാശ പോലവൻ വന്നെന്നെ ചേർത്തു കൊള്ളുവേ. എന്നാശയെന്നു എൻ്റെ രക്ഷിതാവി, എന്നാശയെന്നു എൻ്റെ രക്ഷിതാവി. ആകയാൽ എന്നാശ പോലവൻ വന്നെന്നെ, എന്നാശയെന്നു എൻ്റെ രക്ഷിതാവി. ചെറുമാനിനും കലയ്ക്കുമൊത്ത പോലെ എൻ പ്രിയൻ, ചെറുകുന്നു മലകൾ ചാടി ഓടി കുതിച്ചു വരുന്നിതാ. നോക്കിയിടും നിതാ കിളിവാതിൽ വഴി, നോക്കിയിടും നിതാ കിളിവാതിൽ വഴി. എന്നാശയെന്നു എൻ്റെ രക്ഷിതാവി, എന്നാശ പോലവൻ വന്നെന്നെ ചേർത്തു. എന്നാശയെന്നു എൻ്റെ രക്ഷിതാവി, ഗയാൽ എന്നാശ പോലവൻ വന്നെന്നെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ ബാക്കി എന്നെങ്കിലും നമുക്ക് ചിന്തിക്കാം. എന്നെ ക്ഷണിച്ച കർത്തദാസനും ബഹുമാന്യ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി. വളരെ തിരക്കുള്ളത് കൊണ്ട് പോകത്തില്ലായിരുന്നു. ദൈവം അനുവദിച്ചാൽ എന്തെങ്കിലും കൂടാം. ഞാൻ 12:45 പോകാനിരുന്നതാണ്, എന്നാലും 5 മിനിറ്റ് കൂടെ എടുത്തു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.